എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ നടത്തിയ ഒരു കുട്ടി യാത്രയുടെ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം യാത്രയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞു, അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ അടുക്കൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അയ്യോ നിങ്ങൾ മനോരമയിൽ ജോലി വിട്ടല്ലോ, നിങ്ങൾക്ക് അവിടെ 1,00,000 രൂപ അടുത്ത് സാലറി ഇല്ലായിരുന്നോ, അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ സാലറി ഇല്ലായിരുന്നോ, 65,000 രൂപ സാലറി ഇല്ലായിരുന്നോ, അങ്ങനെയൊക്കെ പല ആൾക്കാരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സാലറി എത്രയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് മനോരമയിൽ എത്ര സാലറി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന എഡ്യൂ പ്ലാറ്റ്ഫോമിൻ്റെ CEO ആണ്. എൻ്റെ സ്വന്തം കമ്പനിയാണിത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെ ഒരു LLP ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ് ബോർഡിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ മനോരമയിലേക്ക് വരാം. മനോരമയിൽ എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മനോരമ ന്യൂസ് ഓൺലൈനിൽ അസിസ്റ്റൻറ്റ് കണ്ടൻറ് പ്രൊഡ്യൂസറായിരുന്നു. അസിസ്റ്റൻറ്റ് കണ്ടൻറ് പ്രൊഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് എഡിറ്റർ അതേ ലെവലിൽ തന്നെയുള്ള ജോലിയാണ്. പത്രത്തിലെ സബ് എഡിറ്ററിൻ്റെ അതേ ലെവൽ തന്നെയാണ് അസിസ്റ്റൻറ്റ് കണ്ടൻറ് പ്രൊഡ്യൂസറിൻ്റെ ഉള്ളത്. അപ്പം ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് എൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12,000 14,000 അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് 10 വർഷം മുമ്പാണ്, 2013 ആ സമയത്താണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ അത്രയും നാളായില്ലേ. ആ സമയത്ത് ഈ പറയുന്ന 13,000 എന്നൊക്കെ പറയുന്നത് വളരെ നല്ല തുകയാണ്. കാരണം അന്ന് ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 അല്ലെങ്കിൽ 8,000 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പ്രശസ്തമായ ചാനലുകളിൽ പോലും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊക്കെ വെച്ചിട്ട് മനോരമയുടെ നല്ല പേയ്മെൻ്റ് ആയിരുന്നു. എനിക്കതിലൊന്നും പറയാനില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഞാൻ 10 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പം എൻ്റെ സാലറി എന്ന് പറയുന്നത് 45,000 രൂപയായിരുന്നു. 45,000 എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നിന്ന് പിടുത്തവും കാര്യങ്ങളൊക്കെ വന്നിട്ട് 43,000 രൂപയായിരുന്നു. ഈ 43,000 രൂപ എന്ന് പറയുന്നതും ഒരു കേരളത്തിലെ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അതൊരു ബെറ്റർ പേ തന്നെയായിരുന്നു. കാരണം പലർക്കും സാലറി കിട്ടാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടെന്നല്ല ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പല മാധ്യമ സ്ഥാപനങ്ങളിലും ഈ പറയുന്ന മാതിരി പ്രോപ്പറായിട്ടുള്ള സാലറി കൊടുക്കാത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 30-ാം തീയതി സാലറി കിട്ടത്തില്ല, പിന്നെ മാസങ്ങളോളം സാലറിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മനോരമ എന്ന് പറയുന്ന സ്ഥാപനം എന്തുകൊണ്ടും നല്ലതാണ്. കറക്റ്റായിട്ട് നമുക്ക് സാലറി കിട്ടുമായിരുന്നു. പിന്നെ ഈ 43,000 വലുതാണോ ചെറുതാണോ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് എനിക്ക് കിട്ടാവുന്ന അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ആയിരുന്നു. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡും ആയിരുന്നു. പക്ഷേ അതിലോട്ട് എത്താൻ എനിക്ക് 10 വർഷത്തെ സമയം എടുത്തു. ഞാനിപ്പോൾ ഒരു IT പ്രൊഫഷണൽ വല്ലതും ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിൽ കൂടുതലിനെക്കാട്ടി കൂടുതൽ സാലറി കിട്ടുമായിരുന്നു. പിന്നെ അതല്ലാത്തതുകൊണ്ട് അത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് റൈറ്റ് ബോർഡിൻ്റെ CEO സ്ഥാനമാണ് നോക്കുന്നത്. അപ്പം റൈറ്റ് ബോർഡിൻ്റെ ഒരു ഫുൾ ടൈം CEO എന്നുള്ള രീതിയിലോട്ട് വന്നിട്ട് ഇപ്പം 2 മാസമായിട്ടേ ഉള്ളൂ. എന്നാണ് ഞാൻ മെയ്യിൽ ചിന്മയിൽ രാജിവെച്ചു. ജൂൺ ജൂലൈ ഈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് 2 മാസം പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നൊരു തുക എന്ന് പറയുന്നത് ഒരു 30,000-ൻ്റെയും 40,000-ൻ്റെ ഇടയ്ക്കാണ്. അതൊരു വലിയ തുകയൊന്നും അല്ല. കാരണം നമ്മുടെ നാട്ടിലെ എഡ്യൂ പ്ലാറ്റ്ഫോംസൊക്കെ ഒരു മാസം ഉണ്ടാക്കുന്നതൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ്. പക്ഷേ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പാണ്, വളരെ ചെറിയൊരു ബ്രാൻഡായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. എനിക്ക് പിന്നെ അല്ലാതെയുള്ള എക്സ്പെൻസുകളുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ നമ്മളുടെ ഓപ്പറേഷൻ മാനേജറുടെ കോസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് ഏറ്റവും കുറവ് മാർജിനാണ് നമ്മൾ റൈറ്റ് ബോർഡിൽ എടുക്കുന്നത്. ബാക്കി എഡ്യൂ പ്ലാറ്റ്ഫോംസിനൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എത്രയാണ് നമ്മളുടെ മാർജിൻ എന്നുള്ളത് ടീച്ചേഴ്സിന് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. വളരെ കുറവ് മാർജിൻ എടുത്തിട്ടാണ് എനിക്ക് ഈ പറയുന്ന ഇത് കിട്ടിയത്. അത് എന്നെ സംബന്ധിച്ചിട്ട് അതൊരു നല്ല തുകയാണ്. നല്ല തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര നല്ലതെന്ന് പറയത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ഏറ്റവും കുറവ് മാർജിൻ ഇട്ടിട്ട് ഇതൊരു പൈലറ്റ് പ്രോഗ്രാം പോലെ ചെയ്തിട്ട് നമുക്ക് എത്രയും കിട്ടുന്നത് ഓക്കെ, ബെറ്ററാണ്. അപ്പം അതിന് ഒരുപാട് ഇനി മുന്നോട്ട് പോകാനുണ്ട്, നല്ലതുപോലെ നമ്മൾ പരിശ്രമിക്കാനുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇതൊരു ഓക്കെ എമൗണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുകയും നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് എത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയെക്കാട്ടിൽ മേ ബി ഡബിൾ ആണെങ്കിൽ പോലും എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ജോലിക്ക് പോകുമോ അല്ലെങ്കിൽ ഇനി ജോലി
ജോലിയോട് താല്പര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാന്നേ പറയത്തുള്ളൂ. കാരണം നമ്മുടെ സ്വന്തം സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. ഞാനിപ്പം 8.5 മണിക്കൂറൊന്നും അല്ല ജോലി ചെയ്യുന്നത്. അതിനെക്കാട്ടിലൊക്കെ എത്രയോ മണിക്കൂർ, എനിക്ക് എത്ര ചെയ്യാറുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് രാവിലെ ക്ലാസ് തുടങ്ങിയിട്ട് രാവിലെ ഒരു 6 മണിക്കൊക്കെ തുടങ്ങുന്ന ക്ലാസ് ഒരു 8 മണി 9 മണി വരെയൊക്കെ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒരു 3 മണി തൊട്ട് പിന്നെയും ക്ലാസ്സുകളൊക്കെ തുടങ്ങും. ആ തുടങ്ങുന്ന ക്ലാസ് ചിലപ്പോൾ എൻഡ് ചെയ്യുന്നത് രാത്രി 10 മണിയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുഞ്ഞിൻ്റെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. സത്യം പറഞ്ഞാൽ 8.5 മണിക്കൂറല്ല ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് റൈറ്റ് ബോർഡിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ആ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ബാക്കി ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള പണികളെല്ലാം ഉണ്ടല്ലോ. അപ്പം ഒരു ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ സ്വന്തം സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിയർപ്പൊഴുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇതാണ്. അല്ലാതെ എനിക്ക് 1,00,000 രൂപയൊന്നും കിട്ടുന്നില്ല. അവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് പോലും 1,00,000 രൂപ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരിക്കും തോന്നും. എനിവേ എനിക്ക് 1,00,000 രൂപയൊന്നും കിട്ടുന്നില്ല. എനിക്ക് 60,000 രൂപയും കിട്ടുന്നില്ല. എനിക്ക് 50,000 രൂപ പോലും ഇല്ലായിരുന്നു. എനിക്ക് കിട്ടിക്കൊണ്ട് ഈ തുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്ക് എൻ്റെ ഇടയ്ക്ക് നിന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.